വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാപ്സിക്കം ഞാൻ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. അത് ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ക്യൂബായിട്ട് അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ എതളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഗ്രീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വലിയ വെളുത്തുള്ളി ആയിരുന്നേ, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിവിടെ റിഫൈൻഡ് ഓയിൽ എടുക്കാം കേട്ടോ. ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യില്ലേ. അപ്പോൾ അതേ നമ്മളുടെ ചിക്കൻ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നപ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡിലൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ആ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പം നമുക്കിത് കോരി മാറ്റി വയ്ക്കും. ഇനി വേറൊരു പാൻ എടുത്തിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസിൻ്റെ, അതായത് ഒനിയനും ക്യാപ്സിക്കവും പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം ഗ്രേവിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കത് ഇങ്ങനെ ചുറ്റിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇങ്ങനെ കുറുകി വരാൻ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഇങ്ങനെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ടുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കാം, ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടെന്ന് വിചാരിച്ച് കറിക്ക് മധുരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളുടെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഇന്ന് ചില്ലി ചിക്കൻ സെർവ് ചെയ്തിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക.